നമസ്കാരം. ഇന്ന് മെയ് 28 ചൊവ്വാഴ്ചയാണ്. ഇന്നേ ദിവസം ജ്യോതിഷപ്രകാരം പരിശോധിക്കുമ്പോൾ ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ്. കാരണം ഇന്ന് ജ്യോതിഷപ്രകാരം ചില അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതായ ദിവസമാകുന്നു. അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതുമൂലം ഇന്നേ ദിവസം ചില രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കാൻ പോവുകയാണ്. മെയ് 28 ചൊവ്വാഴ്ച ചന്ദ്രൻ ശനിയുടെ രാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 5-ാം ദിവസം കൂടിയാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം ബ്രഹ്മയോഗം, ഐന്ദ്രയോഗം, ഉത്രാട നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനം നടക്കുന്നതായ ദിവസമാകുന്നു. ഇത്തരത്തിൽ സംഭവിക്കുന്നതിനാൽ തന്നെ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ 4 രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് പറയുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക, അതായത് 28-ാം തീയതിയായ ഇന്നേ ദിവസം ഏതെല്ലാം രാശിക്കാർക്ക് ഭാഗ്യം തുണയ്ക്കും എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാർക്ക് ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഒരു ദിവസമായാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. മേടം രാശിക്കാർക്ക് ഇന്നേ ദിവസം അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ബഹുമാനം, സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ബഹുമാനം നേടിയെടുക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. പുതിയ നേട്ടങ്ങൾ നേടുവാൻ ഇന്നേ ദിവസം സാധിക്കും. അല്ലെങ്കിൽ അനുകൂലമായ ഗുണകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. സ്വാധീനമുള്ള വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ ഉയർച്ച ഇന്നേ ദിവസം നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ ചെയ്യാം. ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട്, അത് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം. വ്യക്തിപരമായ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാകുവാൻ, അതായത് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നേ ദിവസം അല്പം അത്തരം കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ജോലി ചെയ്യുന്നവരാണ് എങ്കിലും, അതായത് കർമ്മമേഖലയിലും ബിസിനസ് പരമായും നേട്ടങ്ങൾ അഥവാ വിജയങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഇന്ന് ഇത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനോ സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് പോകുവാനോ സാധിക്കും. കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട്, സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം അനുകൂലമായ ദിവസം തന്നെയായിരിക്കും. ഇന്നേ ദിവസം അത്തരത്തിൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഇന്നേ ദിവസം എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണ് എങ്കിൽ അത് നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും. ഇന്ന് വന്നു ചേരേണ്ട അപകടങ്ങളെ പോലും ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം ഉള്ളതിനാൽ തടയുവാൻ സാധിക്കും, പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ശത്രുക്കളെയും ഇന്നേ ദിവസം ശരിയായ രീതിയിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. കൂടാതെ ഇന്നേ ദിവസം ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ദിവസമാകുന്നു. ഹനുമാൻ സ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും അനുകൂലമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാവുക, സാമ്പത്തിക രംഗം അല്പം ശക്തിപ്പെടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കുക, സുഖ സൗകര്യങ്ങൾ ഇന്നേ ദിവസം വർദ്ധിക്കുക, കൂടാതെ പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ഇന്നേ ദിവസം അത്തരം കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നതോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുന്നതോ ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക.
തൊഴിലുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം സുവർണാവസരങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനോ സാധിക്കും. ഇന്നേ ദിവസം കരിയറുമായി ബന്ധപ്പെട്ട് അല്പം ഉയർച്ച നേടുവാനോ അനുകൂലമാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്ന് അനുകൂലമായ ദിവസം തന്നെയാകുന്നു. നിക്ഷേപങ്ങൾക്കായി നോക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ ദിവസം തന്നെയാണ് എന്ന് പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ഇന്നേ ദിവസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ട ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ ഇന്നേ ദിവസം ആത്മവിശ്വാസം, മനോബലം വർദ്ധിക്കുന്നതായ ദിവസമാകുന്നു. അതിനാൽ തന്നെ ശരിയായ രീതിയിൽ തന്നെ ചിന്തിക്കുവാനും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് നേട്ടങ്ങൾ കൊയ്യുവാനും ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു ദിവസം. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുകൂലമാകും എന്നതാണ് വാസ്തവം. പ്രധാനമായും ആത്മീയ പ്രവർത്തനങ്ങളിൽ ഇന്നേ ദിവസം പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഇന്ന് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കുന്നതായ ദിവസമാകുന്നു. ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് പ്രശംസയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനമോ ലഭിക്കുന്നതാകുന്നു. ഉത്തരവാദിത്തങ്ങൾ, അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഉള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കുന്നതായ ദിവസമാകുന്നു. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ നിരവധി പ്രശ്നങ്ങൾക്ക്, അതിൽ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ന് പറയുന്നില്ല, ചില പ്രശ്നങ്ങൾക്കെങ്കിലും ഇന്നേ ദിവസം പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ദിവസമാകുന്നു. ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ മാറ്റങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും വന്ന് ചേരാവുന്നതാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഇന്നേ ദിവസം സാധിക്കും. ഇന്നേ ദിവസം ബുദ്ധിശക്തിയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് 28 എന്ന ഇന്നേ ദിവസം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാണ് എന്ന് പറയാം. ആദ്യം വരുമാനവുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന മാറ്റങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായി തീരും. വരുമാനത്തിൽ അല്പം വർധനവ് വന്നു ചേരുവാനോ അല്ലെങ്കിൽ ഇന്നേ ദിവസം സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരുകയോ മനോബലം വർദ്ധിക്കുന്നതിനാൽ തന്നെ അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുകയോ ചെയ്യാം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും അത് ശരിയായ രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സിൽ നിന്നും ലാഭം വർദ്ധിക്കുവാൻ സാധ്യതയുള്ള ദിവസം തന്നെയാണ് ഇന്ന്. പണവുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വായ്പകൾ അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം അനുകൂലമാണ് സമയം. കാരണം ഇന്നേ ദിവസം ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുന്നതായ ദിവസം കൂടിയാകുന്നു. ചൊവ്വയുടെ സാന്നിധ്യം മൂലം മതപരമായ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയും ഇന്നേ ദിവസത്തിനുണ്ട്.
മറ്റുള്ളവരെ നിങ്ങൾ തീർച്ചയായും സഹായിക്കുവാൻ തയ്യാറാകുന്നതായ ദിവസം എന്ന പ്രത്യേകതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് ഇന്നേ ദിവസം തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ, പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക, നിലവിലുള്ള ജോലിയിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലി അന്വേഷിക്കുന്നവർക്കും ഇന്നേ ദിവസം ശുഭകരമായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ജോലി ലഭിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ടും ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും വന്നു ചേരും. ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഹനുമത് ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.